എല്ലാവരെയും മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി വെൽക്കം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഒരു എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സാണ്. അതായത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്ന സ്റ്റുഡൻസിന് അവരുടെ എക്സാമിന് മുമ്പായിട്ട് ഏതൊക്കെ വിഷയങ്ങളാണ് അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സാണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്, അതായത് എക്സാമിന് പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് വരാൻ സാധ്യതയുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് നല്ല പ്രയോജനം ചെയ്യുന്ന ഒരു ക്ലാസ് തന്നെയായിരിക്കും. പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ പാർട്സും നമ്മുടെ ചാനലിൽ ഓൾറെഡി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ഒപ്പം തന്നെ എൻ്റെ സ്ക്രീനിൽ നൽകുന്നതാണ്. അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് ക്ലാസ്സുകൾ കണ്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു സിലബസ് ബേസ്ഡ് ആയിട്ട് നമുക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള തിയറി ക്വസ്റ്റ്യൻ ഒന്നാണ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയെന്നും എന്താണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റയെന്നും അതിൻ്റെ ഒരു എക്സാമ്പിൾ സഹിതം നിങ്ങളത് പഠിച്ചു വയ്ക്കുക കേട്ടോ. ക്വാളിറ്റേറ്റീവ് ഡാറ്റയും ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയും. ഒപ്പം തന്നെ അതിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപ്പെൻഡൻറ്റ് വേരിയബിളും എന്താണെന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപ്പെൻഡൻറ്റ് വേരിയബിളും, അതായത് ആട്രിബ്യൂട്ട്സ് എന്താണെന്ന് മനസ്സിലാക്കണം, വേരിയബിൾസ് എന്താണെന്ന് മനസ്സിലാക്കണം, എക്സാമ്പിൾ വേണം. അതിൽ തന്നെ നിങ്ങൾക്ക് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപ്പെൻഡൻറ്റ് വേരിയബിളും എക്സ്ട്രേനിയസ് വേരിയബിളും അതിൻ്റെയൊക്കെ ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. കൂടാതെ ഇതിലേതെങ്കിലും യൂണിവേരിയറ്റ് അനാലിസിസ് എന്താണ്, ബൈവേരിയറ്റ് അനാലിസിസ് എന്താണ്, മൾട്ടിവേരിയറ്റ് അനാലിസിസ് ആണ്, ഇതിലേതെങ്കിലും ഒന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. കൂടാതെ ഈ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്, ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സും ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സും എന്താണെന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്, ഓർത്തിരിക്കുക. കൂടാതെ നിങ്ങൾക്ക് സിലബസിൽ നേരിട്ട് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻ ബിസിനസ് ആൻഡ് കോമേഴ്സ്, ബിസിനസ്സിലും കോമേഴ്സിലും നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഏതൊക്കെ രീതിയിലാണ് അപ്ലൈ ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഈ ഒരു ആദ്യത്തെ മൊഡ്യൂളിൽ നിന്ന് വരാനുള്ള സാധ്യതയുണ്ട്. ഇത് തിയറി ബേസ്ഡ് ആയിട്ടുള്ള പ്യൂർലി തിയറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തിയറി ക്വസ്റ്റ്യൻസ് പ്രത്യേകം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് മീൻ മീഡിയൻ മോഡുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററാണ് അല്ലേ. നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലൊക്കെ ഈ ഒരു മീൻ മീഡിയൻ മോഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതിൽ തന്നെ മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ വരാനുള്ള നല്ലൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മീഡിയൻ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. മോഡ് ഒരുപക്ഷെ ചോദിക്കുകയാണെങ്കിൽ ഗ്രൂപ്പിംഗ് ആൻഡ് അനാലിസിസ് ടേബിൾ ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അത് എസ് ആയിട്ട് ചോദിക്കാനുള്ള സാധ്യതയാണുള്ളത്. ഇപ്പോൾ മോഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കുകയാണെങ്കിൽ. അതുകൂടാതെ മീനിൻ്റെ കാൽക്കുലേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് പഠിച്ചു വയ്ക്കാവുന്ന കാൽക്കുലേഷനാണ് മീൻ്റെയും കേട്ടോ. അതുകൂടാതെ എംപെരിക്കൽ റിലേഷൻഷിപ്പ്, അതായത് 3 മീഡിയൻ - 2 മീൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മീൻ മീഡിയൻ മോഡ് തമ്മിലുള്ള എംപെരിക്കൽ റിലേഷൻഷിപ്പ് സൂചിപ്പിക്കുന്ന ഫോർമുല ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്, ഓർത്തിരിക്കുക. പിന്നെ അതുകൂടാതെ മീനിൻ്റെ കറക്ഷൻ ഇൻ മീൻ ആ ഒരു ചാപ്റ്ററിൽ ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. കറക്ഷൻ ഇൻ മീൻ ഒരു പക്ഷേ കമ്പൈൻഡ് മീൻ ചിലപ്പോൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. കറക്ഷൻ ഇൻ മീൻ അതും ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അത്തരം പ്രോബ്ലംസ് നിങ്ങളിന്ന് പഠിച്ചു വയ്ക്കണം. ഇപ്പോൾ ജോമെട്രിക് മീനും ഹാർമോണിക് മീനും എന്താണെന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ജോമെട്രിക് മീൻ ആൻഡ് ഹാർമോണിക് മീൻ അതിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ നിങ്ങൾക്ക് എസ് ആയിട്ട് വരാനുള്ള സാധ്യതയില്ല. വരുവാണെങ്കിൽ ഇതിൽ പ്രോബ്ലം വരാനുള്ള സാധ്യത നിങ്ങൾക്ക് ഷോർട്ട് എസ് ആയിട്ട് അല്ലെങ്കിൽ ഷോർട്ട് പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഹാർമോണിക് മീൻ ആണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ഡിസ്റ്റൻസ്, അതായത് ഒരു കാറ് ഇത്ര ദൂരം സഞ്ചരിച്ചു, തിരിച്ച് ഇത്ര ദൂരം സഞ്ചരിച്ചു, അങ്ങനെ പലതവണ സഞ്ചരിച്ചിട്ട് അതിൻ്റെ ആവറേജ് ഡിസ്റ്റൻസ് എത്രയാണ്, അങ്ങനെ ആവറേജ് കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണെങ്കിൽ അത് ഹാർമോണിക് മീനാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഡയറക്റ്റായിട്ട് ഏത് മീനാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ചോദിക്കാതെ അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യനെ ബേസ് ചെയ്തുകൊണ്ട് ഹാർമോണിക് മീൻ കണ്ടുപിടിക്കാൻ വേണ്ടി അങ്ങനെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ, അപ്പോൾ അതിൽ നമുക്ക് പ്രധാനമായിട്ടും റേഞ്ച് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. റേഞ്ച് നമുക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടൊക്കെ ഒരു പക്ഷേ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ നമുക്ക് മീൻ ഡീവിയേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമാണ് വളരെ ഇമ്പോർട്ടൻ്റ് അതിൽ വരേണ്ടത്. അതിൽ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നിങ്ങൾക്ക് അതിൽ എസ് ആയിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ കാൽക്കുലേഷൻ. അപ്പോൾ ഡിഫറൻറ്റ് മെത്തേഡ്സിൽ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ കാൽക്കുലേഷൻ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഇപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല, എക്സാമിന് മുമ്പ് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. അടുത്ത വർഷത്തെ എക്സാമിന് മുമ്പ് ഏതായിട്ടും ഈ ഒരു മൊഡ്യൂൾ കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. വേരിയൻസ് എന്താണെന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ മാത്രമല്ല നിങ്ങൾ അരിത്മാറ്റിക് മീൻ്റെയും ഒക്കെ
പ്രോപ്പർട്ടീസ്, അത്തരത്തിലുള്ള പലതിൻ്റെയും പ്രോപ്പർട്ടീസിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഇപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ഗുഡ് മെഷർ ഓഫ് ഡിസ്പെർഷന്, പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷന്, പ്രോപ്പർട്ടീസ് ഓഫ് മീൻ, അല്ലേ, അത്തരത്തിലുള്ള കാര്യങ്ങൾ. അത് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടീസ്, ഏതെങ്കിലും ഒന്നിൻ്റെ പ്രോപ്പർട്ടീസ് ചോദിക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് ഓർത്തിരിക്കുക. അതുകൂടാതെ നമുക്ക് ലോറൻസ് കർവ്, എന്താണ് ലോറൻസ് കർവ് എന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ലോറൻസ് കർവ് എന്താണ് എന്നുള്ളത് ചോദിക്കാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങളത് കൃത്യമായിട്ട് ഇപ്പോൾ റേഞ്ച് എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ കാൽക്കുലേഷന്, ലോറൻസ് കർവ് എന്താണ്, അല്ലേ, അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് അടുത്ത സ്ക്യൂനെസ്സും അതിലേക്ക് വരുമ്പോൾ സ്ക്യൂനെസ്സിൻ്റെ മീനിങ് ചോദിക്കാം. സ്ക്യൂനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. സ്ക്യൂനെസ് അപ്പോൾ അതിൻ്റെ തന്നെ അതുകൂടാതെ നമുക്ക് ഇവിടെ സ്ക്യൂനെസ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിൽ കാൽക്കുലേഷൻ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മൊമെൻറ്റ്സ് ചോദിക്കാം. മൊമെൻറ്റ്സും അതിൻ്റെ ഇമ്പോർട്ടൻസും, സെൻട്രൽ മൊമെൻറ്റ്സും റോ മൊമെൻറ്റ്സും അത്രയും കാര്യങ്ങൾ ചോദിക്കാം, അല്ലേ. പിന്നെ കർട്ടോസിസിലേക്ക് വരുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണ് കർട്ടോസിസ് എന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കർട്ടോസിസ്, അല്ലേ. നമ്മൾ പലതരത്തിൽ ലെപ്റ്റോകർട്ടിക്, മെസോകർട്ടിക്, പ്ലാറ്റികർട്ടിക്, അപ്പോൾ ആ രീതിയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കർട്ടോസിസ് നമുക്ക് ചോദിക്കാനുള്ള ഏതെങ്കിലും ഒന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. വാട്ട് ഈസ് ലെപ്റ്റോകർട്ടിക് എന്നായിരിക്കാം ചോദിക്കുക, അല്ലെങ്കിൽ വാട്ട് ഈസ് മെസോകർട്ടിക് എന്നായിരിക്കാം. അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ ഒരു ഈ ഒരു ഇതൊക്കെ വരച്ച് നമ്മൾ ഗ്രാഫൊക്കെ വരച്ച് നമ്മൾ കണ്ടുപിടിച്ചത് ഓർത്തിരിക്കുക. ഇനി നമുക്ക് അതിൽ നിന്ന് ബേസ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ കർട്ടോസിസിൻ്റെ കാൽക്കുലേഷനിൽ β1 β2 എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള കാൽക്കുലേഷനൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അത്തരം കാര്യങ്ങളും നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഈ പ്രോബ്ലങ്ങളെല്ലാം നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കുക. നിങ്ങൾ വീഡിയോ കാണുക, ഒപ്പം തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇടയ്ക്ക് വീഡിയോ പോസ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾ തനിയെ ചെയ്യാൻ ശ്രമിക്കുക, സംശയമുണ്ടെങ്കിൽ വീണ്ടും നോക്കുക. അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് നമുക്കൊന്ന് വഴങ്ങി വരുള്ളൂ. അപ്പോൾ അത് പ്രോബ്ലം പേപ്പർ ആയതുകൊണ്ട് തന്നെ ചെയ്ത് പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർത്തിരിക്കുക. കേട്ട് മാത്രം അല്ലെങ്കിൽ കണ്ട് മാത്രം പഠിച്ചാൽ പോരാ, നിങ്ങൾ പ്രോബ്ലങ്ങൾ ഒരു പേപ്പർ എടുത്ത് വർക്കൗട്ട് ചെയ്തുകൊണ്ട് പഠിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് എക്സാമിന് നല്ല പ്രയോജനത്തിലെത്തുകയുള്ളൂ. നമ്മൾ അടുത്ത മൊഡ്യൂളിലേക്ക് പോകുമ്പോൾ മെട്രിസസ് എന്ന് പറഞ്ഞ മൊഡ്യൂളിലേക്ക് പോകുമ്പോൾ മെട്രിസസ് എന്താണ് മെട്രിസസ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അതുകൂടാതെ മെട്രിസസിൻ്റെ അഡീഷനും സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രോബ്ലം ചിലപ്പോൾ ചോദിക്കാം. കൂടാതെ മെട്രിക്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, ഐഡൻറ്റിറ്റി മെട്രിക്സ്, സ്കാലാർ മെട്രിക്സ്, ഓർത്തോഗണൽ മെട്രിക്സ്, അല്ലെങ്കിൽ ഡയഗണൽ മെട്രിക്സ്, കോളം മെട്രിക്സ്, റോ മെട്രിക്സ്, അല്ലേ, നൾ മെട്രിക്സ്, അങ്ങനെ നമ്മൾ കുറേ മെട്രിക്സുകളുടെ ടൈപ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ. അപ്പോൾ അതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് തിയറിയായിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ ഒരു പക്ഷേ വാട്ട് ഈസ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്, മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്താണെന്ന് ചോദിക്കാം. ഈ ട്രാൻസ്പോസിൻ്റെ പ്രോബ്ലമൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും, അല്ലേ. അതിൻ്റെ റോയും കോളം നമ്മൾ നേരെ തിരിച്ചെഴുതുന്നതിനെയാണ് ട്രാൻസ്പോസ് എന്നൊക്കെ പറയുന്നത്, അല്ലേ. അപ്പോൾ ആ ഒരു പ്രോബ്ലമൊക്കെ നിങ്ങളൊന്ന് പഠിച്ചിരിക്കുക കേട്ടോ. കൂടാതെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു എസ് എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് ആണ്. ഒരു മെട്രിക്സ് വന്നിട്ട് അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എസ് എ ആയിട്ട് ചോദിക്കാനുള്ള നല്ലൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പരമാവധി ആളുകൾ അത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അഡ്ജോയിൻറ്റും ഡിറ്റർമിനൻറ്റും ട്രാൻസ്പോസൊക്കെ കണ്ടുപിടിക്കാറാണ്, അല്ലേ. അപ്പോൾ ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ എല്ലാം കൂടെ ഒരുമിച്ചൊരു ആപ്ലിക്കേഷനാണ് നമുക്ക് ഇൻവേഴ്സിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അഡ്ജോയിൻറ്റോ ഡിറ്റർമിനൻസോടെ കൂടെ പഠിച്ചു വെക്കേണ്ടി വരും ഈ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ കേട്ടോ. അപ്പോൾ പരമാവധി നിങ്ങൾ അത് പഠിച്ചു വയ്ക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു തിയറി ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എസ് എ വരാനുള്ള സാധ്യതയുണ്ട്. അത് മിക്കവാറും നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് എസ് എ ആയിട്ട് തിയറി വരാനുള്ള സാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രൈമറി ഡാറ്റ എന്താണ്, സെക്കൻഡറി ഡാറ്റ എന്താണെന്നുള്ള ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്വസ്റ്റ്യർ എന്താണ്, സർവേ എന്താണ്, ആ രീതിയിൽ ചോദിക്കാം. സർവേ, സെൻസസ് സർവേ, അല്ലേ, അല്ലെങ്കിൽ സാമ്പിൾ സർവേ, അത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചു വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യറുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ക്വസ്റ്റ്യർ എന്താണെന്ന്, അല്ലെങ്കിൽ അത് ഷെഡ്യൂളുമായിട്ടുള്ള ക്വസ്റ്റ്യറിൻ്റെ വ്യത്യാസം എന്താണ്, ആ രീതിയിൽ ചോദിക്കാം. ക്വസ്റ്റ്യറും ഷെഡ്യൂളും തമ്മിൽ വ്യത്യാസം, അല്ലേ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ക്വസ്റ്റ്യറിൻ്റെ, നല്ലൊരു ക്വസ്റ്റ്യറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ക്വസ്റ്റ്യർ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യർ ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പുകളായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ക്വസ്റ്റ്യറുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് തന്നെയാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പറഞ്ഞ പോലെ സെൻസസും സാമ്പിൾ സർവേ, അല്ലേ, അത് നമ്മൾ വ്യത്യാസം അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് പഠിച്ചെടുക്കുക. നന്നായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക കേട്ടോ. പിന്നെ നമുക്ക് ക്വസ്റ്റ്യർ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കളക്ഷന്, ഇപ്പോൾ ഡാറ്റ കളക്ഷന്, ടാബുലേഷൻ എന്താണ്, ഇപ്പോൾ ക്രോസ് ടാബുലേഷൻ എന്താണെന്നൊക്കെ ചോദിക്കാം. ക്രോസ് ടാബുലേഷന് അത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട്, ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ മിനിമം ഒന്ന് പഠിച്ചു വയ്ക്കുക. അതിനുശേഷം പരമാവധി നമ്മുടെ ഈ തന്നിരിക്കുന്ന ക്ലാസ്സുകൾ കണ്ട് പരമാവധി ഒന്ന് പഠിച്ചു വെച്ച് നല്ല രീതിയിൽ നിങ്ങൾ പരീക്ഷ അപ്പിയർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും എക്സാമിൻ്റെ എല്ലാ ആശംസകളും. നിങ്ങൾക്ക് ക്ലാസ്സുകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും എക്സാമിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ബോക്സിൽ കുറിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.